ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഒരു ട്രെയിലർ കണ്ടിട്ട് പൈങ്കിളി എന്ന സിനിമയുടെ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. സിനിമ നല്ലൊരു കോമഡി എൻ്റർടൈനറാണെന്നുള്ള രീതിയിലുള്ള നല്ലൊരു വിശ്വാസ സിനിമയാണ്. അത് ജിത്തു മാധവനാണ് കഥ എഴുതിയിട്ടുള്ളത്. സംവിധാനം ചെയ്തിട്ടുള്ളത് ശ്രീജിത്താണ്. എന്തായാലും പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ ഗംഭീര സിനിമയാവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഫഹദ് ബാസിനും ജിത്തു മാധവനാണ്. ആവേശം ടീമാണ്. ആവേശം സിനിമയുടെ സംവിധായകനായ ജിത്തു മാധവനാണ് ഈ സിനിമ കഥ എഴുതിയിട്ടുള്ളത്. ആവേശത്തിലെ നായകനായിട്ടുള്ള ഫഹദ് ബാസിലും കൂടിയിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ശ്രീജിത്താണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ ഗംഭീരമായിട്ട് തോന്നി, നല്ല രസമായിട്ട് തോന്നി. ഇതുപോലെയൊക്കെ സിനിമ ചെയ്യുകയാണെങ്കിൽ, ഇത്ര ഒഴുക്കോട് കൂടി സിനിമ ചെയ്യുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും തിയേറ്ററിൽ പോയി കാണാൻ. സജിൻ ഗോപു ആണ് ഇതിലെ അമ്പാനാണ് സിനിമയിലെ നായകൻ. കോമഡിയാണ് സിനിമ വരുന്നത്. മാത്രമല്ല അനശ്വര രാജൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടിയാണ് അനശ്വര രാജൻ. നല്ല സ്ക്രീൻ പ്രസൻസാണ് അനശ്വര രാജൻ. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ഈ ടീസർ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും നല്ലൊരു സിനിമയാവുന്നു. മാത്രമല്ല നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു വെറൈറ്റിയുള്ള സിനിമ, അതുപോലെ തന്നെ നല്ലൊരു കോമഡി സിനിമയാവുമെന്ന് തോന്നുന്നു അതിൻ്റെ ടീസർ കാണുമ്പോൾ. എനിക്ക് അവനെ അങ്ങനെ കാണാൻ പറ്റൂല. എന്റെ മനസ്സിൽ അവൻ്റെ ഒരു മുഖമുണ്ട്. ഒരു മാനസിക രോഗിയുടെ അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാവും. അതെന്താ നിങ്ങളുടെ മുന്നിൽ വട്ടണ്ട? ഇല്ലില്ല, അത് അവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇനി ഒളിച്ചോടാൻ പറഞ്ഞാലേ ബാഗും തൂക്കി വഴിക്കൂടി ഓടാനല്ല, പ്രേമിച്ചിട്ട് ഒളിച്ചോടണം. പ്രേമിച്ച് ഒളിച്ചോടാനാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് കല്യാണത്തിന് നിന്ന് കൊടുത്താ പോരെ. എനിക്ക് സൂചേട്ടനെ ഭയങ്കര ഇഷ്ടാ. ഐ ലവ് യു. ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള. അല്ലെങ്കിലും നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടേ ഇങ്ങനത്തെ പൈമറ സെറ്റ് ആവൂല. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. സ്റ്റെപ്പ് 1 ചിരി. സൂചേട്ടൻ ഇടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമുണ്ടോ? 2 ശബ്ദത്തിൽ. സ്റ്റെപ്പ് 2 നമ്പർ വെക്കണം. എന്താ ഇട്ടേക്കുന്നത്? സ്റ്റെപ്പ് 3 പ്രേമം. സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ചേട്ടന് പ്രാന്താ സമ്മതിച്ചാത്തിരുന്ന പ്രശ്നം ഇപ്പൊ ചേട്ടനുള്ളൂ. സുഗുന് പ്രാന്തില്ല. 5 ദിവസം പോലീസുകാരൻ നിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കും. കല്യാണം കഴിക്കട്ടെ സൂചേട്ടാ? മരണം എല്ലാവർക്കും ഒരു തവണയാണെങ്കിൽ എനിക്ക് ദിവസം 1000. നിന്റെ ഓരോ നോട്ടവും എന്നെ കൊല്ലും. നിന്റെ ശ്വാസത്തിൽ ഞാൻ പുനർജീവിക്കും. ചേട്ടൻ ചാറ്റും മഴയും ചക്കവർത്തതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അല്ല, മഷിത്തണ്ട് മാങ്ങക്കറി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് പോസ്റ്റ് ഇടുന്നത്. മനസ്സിലായ? കണ്ടില്ലേ? മോണാക്ട്. മോണാക്ട്. ഞാൻ സുജിത് കുമാർ. ഒന്ന് പോയി തരൂ മോനെ.